അമ്മേ ടാങ്ക് നിറഞ്ഞു, മോട്ടോർ ഓഫാക്കൂ എന്ന് വിളിച്ചു പോവാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. അങ്ങനെ വെള്ളം പാഴായി പോകുന്നതിനും കറണ്ട് പാഴായി പോകുന്നതിനും സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഐറ്റം, നമ്മുടെ വീട്ടിലെയൊക്കെ വെള്ളം നിറഞ്ഞ് ഒരുപാട് വെള്ളം പാഴായി പോവും, അതുപോലെ കറണ്ട് പാഴായി പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്. എങ്ങനെ സിമ്പിളായിട്ട് നിർമ്മിക്കാം എന്നുള്ളത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ ചുരുങ്ങിയ ചെലവിൽ ആർക്കും നിർമ്മിച്ചെടുക്കാം. പക്ഷെ ചില ആളുകൾക്കെങ്കിലും അത് സ്വന്തം നിർമ്മിക്കാൻ കഴിയാത്തവരുണ്ടാവും. അത്തരം ആളുകൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാട്ടർ ഓവർഫ്ലോ അലാറമാണ്. ഇത് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു അലാറം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വൈദ്യുതിയും വെള്ളവും ഒക്കെ പാഴായിട്ട് പോകും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സേവ് വാട്ടർ, സേവ് ഇലക്ട്രിസിറ്റി എന്നെല്ലാം എഴുതിയിട്ടുള്ളത്. അതിൽ എഴുതിയ പോലെ തന്നെ നമുക്ക് അത്രയും ഉപകാരമുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ഇത് പല മോഡലുകളിലുള്ളത് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇതിന്റെ കുറച്ച് ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ള ഒരു സാധനമാണെന്ന് കരുതിയത് കൊണ്ടാണ് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഒന്ന് വർക്ക് ചെയ്യിച്ചിട്ട് ഇതെങ്ങനെയാണ് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അപ്പോൾ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സാധാരണ ഒരു കോളിംഗ് ബെല്ല് പോലെയാണ് ഇതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇതിന്റെ പുറകിലായിട്ട് ഒരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണുള്ളത്. പിന്നെ സാധാരണ ഒരു കോളിംഗ് ബെല്ല് പോലെ ഈ സ്പീക്കറിലൂടെയാണ് നമുക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അലാറം ലഭിക്കുന്നത്. പിന്നെ ഇതില് പുറത്തേക്ക് 2 വയർ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ ആണിയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊരു ഹോളുണ്ട്. അതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എവിടെയെങ്കിലും കിച്ചണിലോ മറ്റൊക്കെ ഒരു ആണിയിൽ തൂക്കിയിടാം. ഇത് പിന്നെ നമ്മൾ പ്ലഗ് ചെയ്യേണ്ടത്, ഇതിൽ ബാറ്ററി ഒന്നും ആവശ്യമില്ല, നേരിട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്യാം. ഇതിപ്പോ നമ്മൾ കറണ്ട് ഉണ്ടാവുമ്പോൾ ആണല്ലോ മോട്ടോർ ഓൺ ആക്കുന്നത്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതും ഓൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് സാധാരണ 230 വോൾട്ട് AC സപ്ലൈയിൽ ഇത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ AC സപ്ലൈ 230 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലൊരു ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇതിലൊരു റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ ഇതിന്റെ വാട്ടർ സെൻസർ വരുന്നത് ഈ 2 വയറുകളാണ്. ഈ 2 വയറുകളാണ് നമ്മൾ സെൻസറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടാങ്കിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കിച്ചണിൽ നിന്ന് എന്തായാലും ടാങ്കിലേക്ക് മിനിമം ഒരു 10-15 മീറ്റർ എങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വയർ ഉപയോഗിക്കണം. അതായത് ഒരു 2 കോർ വയർ ഉപയോഗിച്ചാൽ മതി. അത് ഏറ്റവും കനം കുറഞ്ഞത് മതി. ഇതിൽ വലിയ കറണ്ടൊന്നും നമ്മൾ കടത്തി വിടുന്നില്ല. ഇത് ജസ്റ്റ് വാട്ടർ ഫുള്ളായോ എന്ന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ്. അതിന് ഏറ്റവും കട്ടി കുറഞ്ഞ വയർ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഉപയോഗിച്ചാൽ മതി. അതിന് ഇത്ര ഗേജ് കൂടിയ വയർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും പഴയ വയറുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മീറ്റർ ലെങ്ത്തിൽ ഇതിൽ നിന്ന് നമ്മൾ 2 വയറുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വയർ ഇതിൽ 2ഉം ജോയിന്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇതിന്റെ ഈ വയറിന്റെ അവസാനത്തിൽ വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ ഒരു 2 പിൻ AC മെയിൻസ് കോഡ് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 2 പിൻ മെയിൻസ് കോഡാണ്. ഇത് നമ്മൾ ആ വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ വെച്ചാൽ മതി. ആ ഒരു വെള്ളം എത്ര ഹൈറ്റിൽ വരും എന്ന് നോക്കിയിട്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഫുള്ളാകുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഈ 2 പിൻ മെയിൻസ് കോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വാട്ടർ അലാറത്തിന്റെ 2 വയറുകൾ പുറത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലേക്കാണ് ഈ 2 പിൻ മെയിൻസ് കോഡിന്റെ 2 കണക്ഷനുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഈ മെയിൻസ് കോഡിന്റെ 2 വയറുകൾ ഇതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ 2 പിൻ മെയിൻസ് കോഡിന്റെ 2 വയറുകളും ഞാൻ ഈ ഉപകരണത്തിലെ പുറത്തേക്കുള്ള 2 വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്കൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫാൾസ് അലാറം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഫുള്ളായില്ലെങ്കിലും ഇത് അലാറം അടിച്ചുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ വരുന്ന ജോയിന്റുകളെല്ലാം, ഇപ്പോൾ നിങ്ങൾ വയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിലൊക്കെ വയർ ജോയിന്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം.
അല്ലെങ്കിൽ അവ തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് അലാറം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇൻസുലേറ്റും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ 2 വയറുകളും കണക്ട് ചെയ്ത് അവ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും തമ്മിൽ ടച്ച് ആകാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപകരണം സ്റ്റാൻഡ് ബൈയിലാണ് ഉള്ളത്. ഇനി നമുക്കിത് വെള്ളത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ഉപകരണം പ്രവർത്തന സജ്ജമാണ്. ഞാനൊരു ബൗളിൽ പകുതി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനെ നമ്മുടെ വാട്ടർ ടാങ്ക് ആയിട്ട് സങ്കല്പിക്കുക. അപ്പൊ ഇനി അതിൽ വെള്ളം നമ്മൾ പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിറഞ്ഞു വരും. അപ്പോൾ അത് നിറഞ്ഞു വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ടാങ്കിന്റെ മുകളിൽ വെള്ളം എത്ര ലെവലിൽ വന്ന് നിൽക്കണം എന്നുള്ളത് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചാണ് ഈ ട്യൂബ്. पानी की टंकी भर गई है, कृपया मोटर बंद कीजिए. अटेंशन प्लीज, वाटर टैंक इज फुल, प्लीज स्विच ऑफ द मोटर. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വാട്ടർ ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ അലാറം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വാട്ടർ ടാങ്ക് ഫുൾ ആയിട്ടുണ്ടെന്ന്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇത് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ട്യൂബിന് നമ്മൾ വെള്ളം ഫുള്ളാവുന്നിടത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അലാറം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് ഫുള്ളാവുന്ന സമയത്ത് ഈ അലാറം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ മെയിൻസ് കോഡ് ഇതുപോലെ സീൽഡ് ടൈപ്പ് ട്യൂബിനുള്ളത് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ട്യൂബിനൊക്കെ വാങ്ങിയിട്ട് ഈ വയറിന്റെ അറ്റത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തൊക്കെ വെള്ളം കയറി നിന്നിട്ട് ഇത് ഫാൾസ് അലാറം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം കടക്കാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് സീൽഡ് ടൈപ്പ് ട്യൂബിനാണ്. ഇത്തരത്തിലുള്ള മെയിൻസ് കോഡ് തന്നെ നിങ്ങൾ ഇതിന്റെ ഈ ടാങ്കിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഈ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്യാവശ്യം നല്ല സൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ മറ്റേതെങ്കിലും റൂമിലോ ഒക്കെ ആണെങ്കിലും ഇത് കിച്ചണിൽ ഫിറ്റ് ചെയ്തതാണെങ്കിലും അവിടേക്കൊക്കെ കേൾക്കാവുന്ന അത്രയും ലൗഡായിട്ട് തന്നെ ഇതിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ടാങ്കിലേക്ക് ജോയിന്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഡബിൾ വയർ ഇതുപോലെ വണ്ണം കുറഞ്ഞത് മതിയെന്ന് നേരത്തെ പറഞ്ഞു. അത് നമുക്ക് ഡബിൾ വയർ തന്നെ വേണമെന്നില്ല. ഇതുപോലത്തെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ സിംഗിൾ വയർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റും. അത് ഒരു ചെറിയൊരു ട്രിക്കാണ്. നമുക്ക് 2 വയർ സെൻസിങ്ങിന് ഇത് ആവശ്യം വരുന്നില്ല ശരിക്ക്. ഇത് താഴെ ഏതെങ്കിലും ഒരു മെറ്റൽ ടാപ്പൊക്കെ ഏത് വീട്ടിലാണെങ്കിലും ഉണ്ടാവും. അതിലേക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്കുള്ള ഒരു കണക്ഷൻ താഴെ നിന്ന് തന്നെ റെഡിയായി. പിന്നെ നമുക്ക് മുകളിലേക്ക് ഒരു വയർ മാത്രം കൊണ്ടുപോയിട്ട് അതിന്റെ എൻഡിൽ ഒരു സ്റ്റീൽ സ്പൂണോ മറ്റോ ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ടാങ്ക് ഫുള്ളാവുമ്പോൾ ഈ സ്റ്റീൽ സ്പൂണിൽ വെള്ളം തട്ടുന്ന രീതിയിൽ ക്രമീകരിച്ച് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ വയറിൽ തന്നെ സെൻസിങ് നടക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ ആ ഒരു ഐഡിയ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ 2 വയർ, ഏറ്റവും വണ്ണം കുറഞ്ഞ വയർ മതി. അത് കൊണ്ടുപോയിട്ട് അതിൽ നേരത്തെ കാണിച്ചതുപോലെ ട്യൂബിൻ മെയിൻസ് കോഡ് കണക്ട് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഒറ്റ വയർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ടാങ്കിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ സിംഗിൾ വയർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നീളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു സ്പൂണും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സ്പൂണിലേക്കാണ് നമ്മൾ ഈ വയർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഹോളുള്ള ഒരു സ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായി. ഇപ്പോൾ ഞാൻ ഈ വയർ വലിഞ്ഞ് കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലൊരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വയറിന്റെ കമ്പിയുള്ള ഭാഗം നമ്മൾ ഈ സ്പൂണിലേക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒട്ടും ലൂസ് കണക്ഷൻ ഇല്ലാതെ സ്പൂണിലേക്ക് ഇതുപോലെ ഈ വയറിന്റെ ഒരു എൻഡ് കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഇതാണ് നമ്മൾ ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ വളരെ നന്നായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് നമ്മൾ ടാങ്കിലേക്ക് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഒട്ടും ഊരി പോരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിലൊരു കെട്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് ഇത് ടാങ്കിൽ നിൽക്കുക. ഇതുപോലെ തൂങ്ങിയാണ് കിടക്കുന്നത് ഈ വയറിൽ. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ വേണം നമ്മളിത് കെട്ടി വെച്ചിട്ട് വയർ കണക്ട് ചെയ്ത് വെക്കാൻ. ഒരിക്കലും ഊരി പോരരുത്. ഇപ്പോൾ ഞാൻ ടാങ്കിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ടാങ്കിലേക്ക് നമ്മൾ ഇതുപോലെയാണ് ഈ സ്പൂൺ തൂക്കിയിടുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം നിറയുന്നതിനനുസരിച്ച് ഈ സ്പൂണിൽ എത്തുന്ന ലെവല് നോക്കിയിട്ടാണ് നമ്മളിത് സ്പൂണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടാങ്കിൽ എത്ര വെള്ളം എത്തുമ്പോൾ അലാറം അടിക്കണം എന്നുള്ളതിനനുസരിച്ച് ഈ സ്പൂണ് അത്രയും താഴ്ത്തിയാണ് ഇടേണ്ടത്. വളരെ ശുദ്ധമായ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഈ ഒറ്റ വയർ കൊണ്ടുള്ള സെൻസിങ് ചിലപ്പോൾ പരാജയമായേക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതുപോലെ ട്യൂബിൻ മെയിൻസ് കോഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡെമോയിൽ കാണിച്ചതുപോലെ വെള്ളം മുകളിലെത്തുന്ന ലെവലിൽ ട്യൂബിൻ കോഡ് ഇതുപോലെ നിർത്തിയിട്ട് അതിലേക്ക് ഇതുപോലെ ഡബിൾ വയർ കണക്ട് ചെയ്തിട്ട്
നമ്മുടെ അലാറത്തിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും ഞാൻ സിംഗിൾ വയർ ഉപയോഗിച്ചിട്ട് ആ സിംഗിൾ വയറിന്റെ രണ്ടാമത്തെ എൻഡ് നമ്മുടെ കിച്ചണിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഉപകരണം നമ്മൾ ചുമരിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ഇതിലെ സെൻസറിന്റെ ഒരു വയർ മറ്റൊരു രീതിയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വന്നിട്ടുള്ള സ്പൂണിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ വയർ സെൻസറിന്റെ ഒരു വയറിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ടാങ്കിൽ സ്പൂണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വയർ ഈ അലാറത്തിന്റെ ഒരു സെൻസറിന്റെ ഒരു വയറിലേക്ക് കണക്ട് ചെയ്തു. ഇനി അതിലൊരു വയർ കൂടി ബാക്കിയുണ്ട്. അതിലേക്ക് ചെറിയൊരു വയർ പീസ് എടുത്തിട്ട് അതിന്റെ ഒരു എൻഡ് സെൻസറിന്റെ രണ്ടാമത്തെ വയറിൽ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇവ രണ്ടും തമ്മിൽ ടച്ച് ആകാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇവിടെ ടച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിക്കും, വെള്ളം നിറയാതെ തന്നെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ സെൻസറിന്റെ രണ്ടാമത്തെ വയറിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ വയർ പീസ് കണക്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ചുമരിലേക്ക് നല്ല രീതിയിൽ ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു സ്ക്രൂ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സെൻസറിന്റെ ഒരു കണക്ഷൻ നമ്മൾ എർത്തായിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ ടാങ്കിലെ വെള്ളം എന്തായാലും ഈ സ്റ്റീൽ ടാപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഭൂമിയുമായിട്ട് കണക്ഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഈ എർത്ത് വഴി ചെറിയൊരു കണക്ഷൻ കൊടുത്തു. ഇത് സെൻസിങ്ങിന് വളരെ ചെറിയ രീതിയിലുള്ള കണക്ഷൻ മാത്രം മതിയാകും. രണ്ടാമത്തെ കണക്ഷന് നമ്മൾ ഒരു വയറിട്ടിട്ട് സ്പൂണിലേക്കുമാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഈ അലാറത്തിന്റെ സപ്ലൈ മെയിൻസ് 230 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ഇൻഡിക്കേറ്റർ തെളിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമ്മൾ വീട്ടിലെ മോട്ടോർ ഓൺ ചെയ്യാൻ പോവുകയാണ്. മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം നിറയുമ്പോൾ അലാറം അടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാങ്കിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ടാങ്ക് നിറയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഉപകരണം ഇവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കേൾക്കാവുന്നതാണ് ടാങ്ക് നിറഞ്ഞതായിട്ട് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മോട്ടോർ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ നമ്മുടെ അലാറവും ഓഫ് ചെയ്യുക. അപ്പോൾ ഒരു തുള്ളി പോലും പാഴാവാതെ നമുക്ക് വെള്ളവും വൈദ്യുതിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. 190 രൂപ മുതൽ 400 രൂപ വരെ വിലയുള്ള വിവിധ കമ്പനികളുടെ ഇതുപോലത്തെ വാട്ടർ ഓവർഫ്ലോ അലാറങ്ങൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഫിൽട്ടർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വിവിധ തരം ചെറുതും വലുതുമായിട്ടുള്ള വാട്ടർ ഫിൽറ്ററുകളും ലഭ്യമാണ്. ഇതിന്റെ ഇൻപുട്ടിലേക്ക് നിങ്ങൾ എത്ര ചെളിവെള്ളം കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ടായിട്ട് നല്ല കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായിട്ടുള്ള ജലമായിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അത്തരത്തിലുള്ള വാട്ടർ ഫിൽറ്ററുകൾ ചെറുതും വലുതും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും എല്ലാം പറ്റിയത് കേരളത്തിൽ എവിടെയും ഫിറ്റ് ചെയ്യുന്നവരുടെ കോൺടാക്റ്റും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്